ഹായ് ഹലോ നമസ്കാരം. ഞാൻ സ്നേഹ. അപ്പോൾ തമ്പനയിൽ കണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്. രേണു സുധി, അതേപോലെ തന്നെ കിച്ചു RD, സുധി ചേട്ടൻ്റെ മകൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ അവർ അനുഭവിക്കുന്ന ഈ സൈബർ ബുള്ളിങ്ങും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. രണ്ട് പേരെ പറ്റിയിട്ട് നമ്മൾ പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവാം, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. പക്ഷേ മാന്യമല്ലാത്ത രീതിയിൽ അവരെ ഈ രണ്ട് പേരിൽ ആർക്കെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും കമൻറ്റ് എൻ്റെ ചാനൽ ത്രൂ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരാൾ തന്നെയാണ് ഈ രേണു സുധി എന്ന് പറയുന്നത്. സുധി ചേട്ടൻ ആളുടെ ഹസ്ബൻഡ് മരിച്ചതിനെ തുടർന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയും അഭിനയമാണെങ്കിലും ആൽബം, സിനിമ, പിന്നെ എന്താ പറയുക, ഷൂട്ട് വർക്കുകൾ, മോഡലിങ് അങ്ങനെ തുടങ്ങി അങ്ങനത്തെ ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. ആൻഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസിൽ വരെ പോയിട്ട് ഉള്ള ഒരാളാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണു സുധിക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അസുഖം, ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ആളിപ്പോഴും ചികിത്സയിലാണ്. ഇപ്പോഴും അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ആളുടെ ചാനലിൽ, ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ ഡെയിലി ബേസിസിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പം ആൾക്ക് വളരെ എന്താ പറയുക, മോശമായ രീതിയിലും ആൾക്ക് വളരെയധികം മാനസികമായിട്ട് തളർന്നു പോകുന്ന രീതിയിലുള്ള ഈ സൈബർ ബുള്ളിങ് ഏൽക്കുന്നത്. ഓക്കെ, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആളുടെ ഈ കീമോ ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് നമുക്കറിയാം, നമുക്കൊരു പനി വന്നാൽ നമുക്ക് എത്രത്തോളം നമ്മൾ എക്സോസ്റ്റഡ് ആവും. നമ്മളത് മാറുന്നത് വരെ നമുക്ക് മെൻ്റലി ഫിസിക്കലി ഒന്നും നമ്മൾ ഒരിക്കലും ഓക്കെ അല്ല. അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖം ആൻഡ് അതിൻ്റെ സ്റ്റേജും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അപ്പം എത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിൻ്റെ ഉപരി അപ്പോൾ ഇങ്ങനെയൊരു ഈ ക്യാൻസർ രോഗചികിത്സയുടെ ഭാഗമായിട്ട് ഈ കീമോ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്താണ്, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ കാണിക്കാം. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞതല്ല അവനോട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് പിന്നീട് രണ്ട് പേരുടെ ഭാഗത്തുനിന്നും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം രേണു സുധി ആളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ശരിയാണ്, നമ്മൾ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താണ്, ആളുടെ മകനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പം എനിക്കാണെങ്കിലും ഫീൽ ചെയ്തത്. അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. വളരെയധികം മോശമായ ആരോഗ്യസ്ഥിതിയിൽ, വളരെയധികം മോശമായ മാനസികാവസ്ഥയിൽ ആളുടെ വിഷമം പറഞ്ഞപ്പോൾ അതിൻ്റെ ടോണ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടാകാം. അപ്പം മിസ്റ്റേക്ക് പറ്റാത്തതായിട്ട് ആരുമില്ല. ആൻഡ് അതിൻ്റെ ഭവിഷ്യത്തായിട്ട് ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ മകൻ അല്ലെങ്കിൽ രേണു സുധിയുടെ മകന് വളരെയധികം സൈബർ ബുള്ളിങ് ഏൽക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ആളുടെ കമൻറ്റ് ബോക്സ് ഒന്നും എടുത്തു നോക്കാൻ പറ്റില്ല. ആ രീതിയിൽ വളരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോസും അതേപോലെ തന്നെ കമൻസും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഞാൻ കാണിച്ചു. പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചു ചെയ്ത വീഡിയോ ഇതാണ്. ഇപ്പം ഇതിലും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആൾക്കത് മാന്യമായിട്ട് ഞാൻ അമ്മേനെ കാണാൻ പോവുകയാണ്, ഇനി കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് പറയാം എന്ന രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആളുടെ ടോണിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അത് തന്നെ സ്വയം സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതുപോലെ തോന്നി. ആൻഡ് അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും കിച്ചു ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായ പ്രകാരം തനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അമ്മേനെ കാണാൻ പോകുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞതും ആ ടോണും. പക്ഷേ ആളുടെ മാനസികാവസ്ഥയെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം അതിന് ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ റിയാക്ഷൻ വീഡിയോ വേറൊരാൾ ചെയ്തത് ആൾക്ക് ഭയങ്കര അധികം
ഭയങ്കര അധികം മാനസികമായ വിഷമം ഉണ്ടാക്കുകയും ആള് അതിന് വീണ്ടും റിയാക്ട് ചെയ്യുകയും ചെയ്തു. ആ ഒരു വീഡിയോ ആണ് അടുത്തതായിട്ട് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കും. അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാറിനെ കാണിച്ചു തരണ്ട. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോയിൽ വളരെ സങ്കടകരമായിട്ട് കിച്ചു പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 10-20 വയസ്സായ ഒരു കുട്ടി തന്നെയാണ് ഈ കിച്ചു എന്ന് പറയുന്ന ആള്. അപ്പം അത്ര ആ രീതിയിലുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ആൾക്ക് ആളുടെ അമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ആൾക്ക് ആളുടേതായിട്ടുള്ള അമ്മ എന്ന് പറയുന്നത് രേണു സുധി തന്നെയാണ്. അപ്പം ആ രീതിയിലുള്ള വീഡിയോ ആൾക്ക് കണ്ടപ്പോൾ ആൾക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ആളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പം ആ അമ്മ കൊടുത്ത മറുപടി ഈ രീതിയിലായതുകൊണ്ട് അത് ആൾക്ക് പിന്നെ ആ ബന്ധം എന്താ പറയുക മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുക അകൽച്ചയും ആക്കുകയാണ് ചെയ്തത്. ഇത് 2 പേരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഓക്കെ. ആൻഡ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിച്ചുവിൻ്റെ ഈ വീഡിയോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി ആ ഒരു കാര്യം വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് കിച്ചുവിനോട് നമുക്ക് വേറൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം ആളുടെ അഭിപ്രായം വളരെയധികം കറക്റ്റായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ആൻഡ് ഒബ്വിയസ്ലി അത് എങ്ങോട്ട് പോകും? രേണു സുധീൻ്റെ ഹെയ്റ്റ് ആയിട്ട് പോകും. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരൊരു വീഡിയോ ഇടും, അത് അടുത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഹെയ്റ്റ് ആവും. അപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ ഇടും, അത് മറ്റേ ആൾക്ക് ഹെയ്റ്റ് ആവും. ഇത് അങ്ങടും ഇങ്ങടും 2 പേരും അനുഭവിക്കുക എന്നല്ലാതെ ഇതിന് വേറൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. അപ്പം എന്താ നിങ്ങൾ ഒന്നാമത്തെ കാര്യം, ഇവർ 2 പേരും ഇത് ഓൺലൈൻ ത്രൂ പറയാണ്ട് അവർ 2 പേരും സംസാരിച്ച് തീരേണ്ടതാണ്. പക്ഷെ രേണു സുധീനെ കാണാനോ അങ്ങനെ ഒരുമിച്ച് സംസാരിക്കാനോ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല. പക്ഷെ ഫോൺ ത്രൂ അവർക്ക് സംസാരിച്ച് അത് സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും 2 പേർക്കും സൈബർ ബുള്ളിങ് ഏൽക്കുക എന്നല്ലാതെ വേറൊരു രീതിയിലും അത് ബന്ധം വഷളായിക്കൊണ്ടേയിരിക്കും. അമ്മയും മകനുമുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും അവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവർ ഓപ്പണായിട്ട് സംസാരിക്കാൻ അവർക്ക് പറ്റുകയാണ്, ഫോൺ ത്രൂ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ സോൾവ് ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇതിൽ 2 പേരുടെ അടുത്തും മിസ്റ്റേക്ക് ഉള്ളതുപോലെ കാരണം മിസ്റ്റേക്സ് പറ്റും. ഇപ്പം രേണു സുധീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷനിൽ ആ വീഡിയോ ചിലപ്പം ആളുടെ ആൾ പറയുകയും ചെയ്തു, ഞാൻ ഇത് മുന്നേ അറിഞ്ഞിട്ടുണ്ട് ഈ രോഗാവസ്ഥ. അപ്പം ആ സമയത്ത് ആളുടെ മാനസികാവസ്ഥയിൽ ആൾക്ക് ക്യാഷ് ഏൺ ചെയ്യണം എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള വീഡിയോസുകൾ ആൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. മിസ്റ്റേക്സ് പറ്റാത്തതായിട്ട് ആരുമില്ല, ആർക്കും. ഓക്കെ. അപ്പോൾ രേണു സുധിയുടെ ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. കാരണം അത് പ്ലേ ചെയ്തതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നല്ല കാര്യങ്ങളും ഉണ്ടാവുന്നില്ല. രേണു സുധിക്ക് കുറച്ചുകൂടി ഹെയ്റ്റ്, അല്ലെങ്കിൽ കിച്ചുവിന് കുറച്ചുകൂടി ഹെയ്റ്റ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ആളുടെ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ അവർക്ക് പറയാനുള്ളത് അവർ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഒരാളുടെ ഭാഗത്ത് നിൽക്കുക, ഒരാളുടെ ഭാഗത്ത് ശരിയെന്ന് നമുക്ക് ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം 2 പേരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ശരികൾ ഉണ്ടാകാം, പിന്നെ തെറ്റുകളും പറ്റിയിട്ടുണ്ടാവും. 2 പേർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇത് 2 പേരിട്ട വീഡിയോയിലും 2 പേരുടെ ഈഗോസ് കുറച്ച് മുന്നിൽ വന്ന് നിന്നതിൻ്റെ കാരണത്താൽ അവരുദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ അവർ മനസ്സിൽ വിചാരിച്ച രീതിയിലല്ല ആ വീഡിയോൻ്റെ ഔട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് 2 പേർക്കും സൈബർ ബുള്ളിങ്. ഇനിയും കിച്ചു വീഡിയോ ഇടുകയാണ്, അല്ലെങ്കിൽ രേണു സുധി അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വേറൊരു വീഡിയോ ഇടുകയാണ്. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ 2 പേർക്കും മാറി മാറി സൈബർ ബുള്ളിങ് ഏറ്റുകൊണ്ടേയിരിക്കും. സോ എനിക്ക് പറയാനുള്ളത് ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ മോശം കമൻറ്റ് ഇടുന്ന ഈ 2 പേരുടെ അക്കൗണ്ടിൽ ഇടുന്ന ആളുകളോടാണ്. സോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, രേണു സുധിയുടെ ഒരു ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു ശാരീരിക അവസ്ഥയിലൂടെയാണ് ആ കുട്ടി ഇപ്പോൾ കടന്നു
പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ആൾക്ക് നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള വിഷമിപ്പിക്കുന്ന ഒരു അപ്പം അതിനെ നമുക്ക് മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൾക്കൊരു ചെറിയ കുട്ടി കൂടിയുണ്ട്. അപ്പം ആൾക്ക് ഒരു അമ്മ എന്ന നിലയിൽ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു അസുഖം വന്നു, ആൾക്ക് വേറെ ഭർത്താവില്ല, ഈ സ്വന്തം വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പം ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ആൾ മാനസികമായി അത്രയും തളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ പോയിട്ട് ആൾ മുന്നേ ചെയ്ത ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ തെറ്റായി തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളെ മോശമായിട്ട് വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യുമ്പോൾ ആൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനെ ബഹുമാനിക്കാണ്ട് നിങ്ങൾ പോയിട്ട് ഈ രീതിയിൽ മോശമായിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. കാരണം ആളിപ്പം വളരെയധികം നിങ്ങളുമായിട്ടല്ല ആളിപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ആളുടെ ഹെൽത്തിനെ ഫൈറ്റ് ചെയ്ത് ആൾ മുന്നോട്ട് വരണമെന്ന് ആൾക്ക് അത്രയും മാനസികമായിട്ട് അയാൾ അതിനായിട്ട് പൊരുതിക്കൊണ്ടിരുന്നിട്ട് മാനസികമായിട്ട് ആൾ അതിനായിട്ട് ഒന്ന് ഇൻവോൾവ് ആയിട്ട് അതിൽ കുറച്ചുകൂടി സന്തോഷങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഈ രീതിയിൽ സൈബർ ബുള്ളിങ്ങും ആൾ പണ്ട് ചെയ്ത തെറ്റുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യിക്കുക, ട്രോൾ ചെയ്യിപ്പിക്കുക, റിയാക്ഷൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തുക. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന കിച്ചുവിൻ്റെ കാര്യത്തിലും സെയിം ഇതേ കാര്യം തന്നെയാണ്. 10-20 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പം ആളുടെ മെച്യൂരിറ്റിയിലാണ് ആൾ ആ വീഡിയോ ചെയ്തതും അതിനുള്ളത് അനുഭവിച്ചു. അതിൻ്റെ പേരിൽ ആൾക്ക് കിട്ടേണ്ട സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും 2 പേരെയും വെറുതെ വിടുക. അവരുടെ റിലേഷൻഷിപ്പ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോയിക്കോളും. അല്ല അവർക്കത് 2 പേർക്കും അത് പറ്റില്ല എന്നാണെങ്കിൽ അവർ അങ്ങനെ നിന്നോട്ടെ. അത് ആർക്കാണ് അതിന് പ്രശ്നം? അല്ലാതെ 2 പേര് അവരെ കാണാൻ വന്നില്ല, അവരുമായിട്ട് മിണ്ടില്ല എന്നുള്ള രീതിയിൽ അവരെടുത്ത് എന്തിനാണ് 2 പേരെയും വളരെയധികം 2 പേരും വളരെയധികം മോശമായ മാനസികാവസ്ഥയിലും ശാരീരിക അവസ്ഥയിലും ആണ് ഉള്ളത്. സോ നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 പേരെയും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യും. മാന്യമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യും. ഇതുപോലെ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ മോശമായ കമൻറ്റ് നിങ്ങൾ ഇടുന്ന ആളുകളാണെങ്കിൽ അത് പ്ലീസ് സ്റ്റോപ്പ് ചെയ്യൂ. കാരണം അതിന് പറ്റിയൊരു അവസ്ഥയിലുള്ള 2 ആളുകളല്ല അവർ. അപ്പം അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും, നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അപ്പം അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പെരുമാറാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.